നോക്കൂ, നരേന്ദ്രമോദിയുടെ ദേശീയ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ നോക്കൂ, ഇലക്ഷൻ കമ്മീഷനെ നിഷ്പക്ഷമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല. CAG, ജുഡീഷ്യറി, പാർലമെൻറ്റ്, പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, പാഠപുസ്തകങ്ങളിൽ പോലും വരുത്തുന്ന മാറ്റങ്ങൾ, അങ്ങനെ ഒരുപക്ഷെ ജനാധിപത്യത്തെയും മതേതരത്തെയും അപകടപ്പെടുത്തുന്ന ഒരു ദേശീയ സാഹചര്യം നിലനിൽക്കുമ്പോൾ MT ഒരു സംസ്ഥാന രാഷ്ട്രീയത്തെ മാത്രം പരാമർശിച്ച് മുന്നോട്ട് പോകുമോ എന്നുള്ള ചോദ്യം. രണ്ട്, നോക്കൂ, ഇവിടെ ഇടതുപക്ഷത്തെ ഏതെങ്കിലും തരത്തിൽ സ്വന്തം ജീവിതം കൊണ്ട് ബുദ്ധിമുട്ടിക്കാത്ത, എന്നാൽ ഒട്ടേറെ കാര്യങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം നിന്ന് ചെയ്തിട്ടുള്ള ആളാണ് MT വാസുദേവൻ നായർ. തുഞ്ചൻ പറമ്പിൽ RSSനെ കടത്താതിരുന്നതിന് ഒരു കാരണം മാത്രമായി RSS വിലയിരുത്തുന്നത് MT വാസുദേവൻ നായരാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ ഏതെങ്കിലും തരത്തിലൊരു വിമർശനം മുഖത്തു നോക്കി ഉന്നയിച്ചാൽ അത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, അത് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്ന് എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് പറയാൻ കഴിയുന്നില്ല? നികേഷ്, ഇതിൽ ആദ്യം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ ഒരു കാതലായ സംഗതിയുണ്ട്. 20 വർഷം മുമ്പ് MT നടത്തിയ ഒരു പ്രഭാഷണത്തിൻ്റെ ലിഖിത രൂപമാണ് 2003 അച്ചടിയിൽ വന്നിട്ടുള്ളത്. 2 പുസ്തകങ്ങളിൽ അത് വന്നിട്ടുണ്ട്. MTയുടെ തിരഞ്ഞെടുത്ത ലേഖനങ്ങൾ എന്ന പുസ്തകത്തിലും സ്നേഹാദരങ്ങളോടെ എന്ന MTയുടെ മറ്റൊരു ലേഖന സമാഹാരത്തിൽ. അതിൽ പലതും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളാണ്. ഞാൻ മനസ്സിലാക്കുന്നത് സഖാവ് EMSൻ്റെ സംഭാവനകളെ വിലയിരുത്തുന്ന ഒരു ചടങ്ങിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രഭാഷണത്തിൻ്റെ ലിഖിത രൂപമാണ് വർഷങ്ങൾക്ക് ശേഷം, 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം സന്ദർഭോചിതം എന്ന് തോന്നി കാലഹരണപ്പെടാത്ത കാര്യങ്ങൾ തന്നെയാണ്, ഇന്നും പ്രസക്തമായ കാര്യങ്ങൾ തന്നെയാണ് എന്നതുകൊണ്ട് അദ്ദേഹം പുതിയതായി പ്രഭാഷണം പറയാനുള്ള അദ്ദേഹത്തിൻ്റെ ആരോഗ്യ നിലയും ഓർമ്മയുടെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം ഇന്നും പ്രസക്തമായ തൻ്റെ തന്നെ ഒരു പ്രഭാഷണത്തെ ഒരു മാറ്റവും വരുത്താതെ, ഒരു വാക്ക് പോലും മാറ്റാതെ, എൻ്റെ കയ്യിൽ ആ ലേഖനം ഉണ്ട്, ആ പ്രഭാഷണം, ഒരു വരി പോലും മാറ്റാതെ ആണ് ആവർത്തിച്ചിരിക്കുന്നത്. തൻ്റെ തന്നെ ഒരു പഴയ നിഗമനത്തെ ഇപ്പോഴും പ്രസക്തമായതുകൊണ്ട് ഒരു വേദിയിൽ ഉന്നയിക്കുക മാത്രമാണ് MT ചെയ്തത്. പക്ഷേ ആ വേദിയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇരിക്കുന്നുണ്ടോ, അവിടെ പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി തൻ്റെ സുചിന്തിതമായിട്ടുള്ള അഭിപ്രായങ്ങൾ സാഹചര്യത്തിനനുസരിച്ച് പറയുന്ന ഒരാളായിട്ട് MTയെ കാണുന്നത് തന്നെ MTയെ പോലെ വലിയ ഒരു എഴുത്തുകാരനെ, മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. എന്ന് തന്നെയുമല്ല, MT ആ ലേഖനത്തിൽ പറയുന്നത് EMSൻ്റെ സംഭാവനകളെ മുൻനിർത്തി എങ്ങനെയാണ് ഒരു അസംതൃപ്തമായ ആൾക്കൂട്ടങ്ങൾ ഒരു പരിഷ്കൃത ജനാധിപത്യ സമൂഹമായി മാറേണ്ടത്, അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിന് EMS എങ്ങനെ മാതൃകയായി എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരു എല്ലാ കാലത്തും എല്ലാ രാജ്യങ്ങളിലും പ്രസക്തമായ ഒരു കാര്യത്തെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഈ താൽക്കാലിക സങ്കുചിത രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി നടത്തുന്ന സംഗതികൾക്ക് വേണ്ടിയുള്ള ഒരു പരസ്യ പ്രസ്താവനയൊന്നുമല്ല അത് വളരെ രാഷ്ട്രീയ വിദ്യാർത്ഥിയായിട്ടുള്ള, വിപുലമായ വായനയും രാഷ്ട്രീയ നിരീക്ഷണവുമുള്ള, സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു എഴുത്തുകാരൻ്റെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ചരിത്രത്തെ, ലോക ചരിത്രത്തെയും റഷ്യ ഉൾപ്പെടെയുള്ള ഉദാഹരണങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഈ കേരളത്തിലുള്ള നമ്മുടെ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച പോലെ നരേന്ദ്രമോദിയുടെ കാര്യത്തിനകത്ത് അല്ലെങ്കിൽ ദേശീയ സാഹചര്യത്തിൽ MT ഇടപെടുന്നില്ല. ഇടതുപക്ഷമാണ് ആശ്രയം, അല്ലെങ്കിൽ ജനാധിപത്യവാദികളാണ് ആശ്രയം എന്ന് കരുതുന്ന ഒരു സാഹിത്യകാരനെ സംബന്ധിച്ചിടത്തോളം അവിടെ പുഴുക്കുത്തുണ്ടെങ്കിൽ അത് തിരുത്തണ്ടേ? അവിടെ MTക്ക് ചില വാക്കുകൾ ഉണ്ടാകില്ലേ? നേരത്തെ പറഞ്ഞ ഈ ദൈവത്തിൻ്റെ വരദാനം, സൂര്യൻ തുടങ്ങിയ പരാമർശങ്ങൾ, വാഴ്ത്തുപാട്ടുകൾ, ഇത് ഒഴിവാക്കണമെന്ന് സ്വന്തം പക്ഷത്തോടല്ലേ സാധാരണഗതിയിൽ ഒരു സാഹിത്യകാരന്, സഹയാത്രികൻ എപ്പോഴും പറയാനുണ്ടാവുക? തീർച്ചയായിട്ടും ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്, അതിലേക്കായിരുന്നു ഞാൻ വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാലത്തും അധികാര രാഷ്ട്രീയം ജനവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായി മാറുകയും ജനപ്രതിനിധികൾ ഒരു ചൂഷകരും മർദ്ദകരുമായി മാറുകയും ചെയ്യുന്ന പൊതു സാഹചര്യത്തെക്കുറിച്ച് 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹം നടത്തിയ ഈ നിരീക്ഷണങ്ങൾ
ഇന്നും പ്രസക്തമായതുകൊണ്ടാണല്ലോ MT പോലെ ഒരാൾ തൻ്റെ പഴയൊരു പ്രഭാഷണം വീണ്ടും ഒരു പൊതു സദസ്സിൽ ആവർത്തിക്കാൻ സന്നദ്ധനായത്. ഒരു പക്ഷേ ഇടതെന്നോ വലതെന്നോ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, MT ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സംഗതികളെ അപ്പാടെ പിന്തുണയ്ക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്ന ഒരാളല്ല. അദ്ദേഹം ഒരു സാമൂഹിക നിരീക്ഷകൻ എന്ന നിലയിലും എഴുത്തുകാരൻ എന്ന നിലയിലും അദ്ദേഹത്തിന് ജനങ്ങളോടും ജനാധിപത്യത്തോടുമുള്ള പ്രതിബദ്ധതയുടെ പേരിലാണ്. ഇപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് തന്നെ അദ്ദേഹം പത്രാധിപരായിരുന്ന ആഴ്ചപ്പതിപ്പിൽ അദ്ദേഹം എഴുതിയ കോളത്തിൽ ഈ സമഗ്രാധിപതികളെ വിമർശിക്കുന്ന അദ്ദേഹത്തിൻ്റെ ലേഖനം സംശയിക്കുന്ന തോമ പോലുള്ള പ്രശസ്തമായ ഭരണകൂട വിമർശനങ്ങൾ എഴുതിയിട്ടുള്ള ഒരാളാണ്. അക്കാലത്ത് തന്നെയാണ് M. സുകുമാരനെ പോലുള്ള വലിയ എഴുത്തുകാരുടെ ജലജീവികളുടെ രോദനം പോലുള്ള കഥകളും പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയ നിലപാടുണ്ട്. പക്ഷേ അത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒരു നിലപാടായിട്ടൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ശരിയല്ലെന്ന് മാത്രമല്ല, അദ്ദേഹം 20 വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾക്ക് ഇന്നത്തെ ഇന്ത്യയിൽ ഏതൊക്കെയോ തരത്തിൽ ചില പ്രസക്തി ഉണ്ടെന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് അദ്ദേഹം ആ പ്രസംഗം ആവർത്തിക്കുന്നത്. അല്ലാതെ വെറുതെ എന്നാൽ പിന്നെ ഒരു പഴയ ലേഖനം വായിച്ചളയാം എന്ന മട്ടിലൊന്നുമല്ല. അപ്പോൾ അത് ആർക്കൊക്കെയാണോ ബാധകമാകുന്നത് അവർക്കെല്ലാവർക്കും ബാധകമാണ്. അത് പിണറായിയുടെ പേരിൽ കെട്ടിയേൽപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളും ഈ വലതുപക്ഷ മാധ്യമങ്ങളും നടത്തുന്ന അപഹാസ്യമായ ശ്രമം വാസ്തവത്തിൽ പിണറായിയോടുള്ള ദേഷ്യം പകവീട്ടാനാണെങ്കിലും അത് മലയാളത്തിന്റെ മഹാനായ ഒരു എഴുത്തുകാരനെ സങ്കുചിതമായ ചില താങ്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ? പിണറായി ഇടതുപക്ഷം വിമർശനത്തിന് അതീതമാണോ? അല്ലല്ലോ. അപ്പോ MT വാസുദേവൻ നായരെ സംബന്ധിച്ചിടത്തോളം പിണറായി ഇരിക്കുന്ന വേദിയിൽ ഇവിടെ പുഴുക്കുത്തുണ്ട് എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള സാഹിത്യകാരനാണ്, എഴുത്തുകാരനാണ്, ചിന്തകനാണ്, ജ്ഞാനപീഠമാണ്. തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കണമല്ലോ അദ്ദേഹം മുഖ്യമന്ത്രിയുള്ള വേദിയിൽ തൻ്റെ പഴയ പ്രസംഗം ആവർത്തിക്കാൻ ധൈര്യം കാണിച്ചത്. അത് ആർക്കാണോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, വ്യക്തിപൂജയുടെ കാര്യങ്ങൾ, അതിപ്പോൾ നരേന്ദ്രമോദിയെ പോലുള്ള ഒരാൾ, ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. ഒരു മതേതര രാജ്യം മതരാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. മാറാൻ പോകുന്നു എന്നല്ല, മാറിക്കൊണ്ടിരിക്കുന്നു. ആ പ്രോസസ്സ് അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത്തരമൊരവസ്ഥയിൽ MT പോലെ വിപുലമായ വായനയും രാഷ്ട്രീയ ബോധവുമുള്ള ഒരു എഴുത്തുകാരൻ ഈ കേരളത്തിലെ ഇടത് വലത് തർക്കങ്ങളുടെ ഭാഗമായി നിസ്സാരമായ കാര്യങ്ങൾ സംസാരിക്കുമെന്നാണോ നിങ്ങൾ കരുതേണ്ടത്? Debate with MV Nikesh Kumar.